ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ, ഇന്നിവിടെ തൊഴുപാഠം പ്രശാന്ത സുന്ദരമായ മഹാമൗനമായ ദൈവികതയുടെ ഈറ്റില്ലമായ ഒരു പ്രപഞ്ചം മുഴുവനും നമ്മളോട് സംസാരിക്കുക പ്രപഞ്ചത്തിലായിരിക്കുമ്പോൾ സൃഷ്ടാവായ ദൈവത്തിലേക്ക് അറിയാതെ ഹൃദയം ഉയരുന്ന ഈ തൊഴുപാഠം ധ്യാന കേന്ദ്രത്തിൽ ഇന്ന് ധ്യാനം തുടങ്ങുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് 9 വിശുദ്ധ ഈഡിത്ത് സ്റ്റെയിൻ്റെ തിരുനാൾ ആഘോഷം കൊണ്ടാടുകയാണ്. ഇന്നത്തെ യുവതലമുറ കാലഘട്ടത്തിന് പറ്റിയ ഒരു വിശുദ്ധയാണ് ഈഡിത്ത് സ്റ്റെയിൻ. തൻ്റെ അടിച്ചുപൊളിച്ച് ആഡംബര ജീവിതത്തിനിടയിൽ എന്താണ് സത്യമെന്ന് മനസാക്ഷി എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്താണ് സത്യം? വാട്ട് ഈസ് ട്രൂത്ത്, റിയൽ ട്രൂത്ത്? അങ്ങനെ അന്വേഷിച്ച് തൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് ലൈബ്രറി കാണിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് പുസ്തകങ്ങളിരിക്കുന്നു. അവിടെ നിന്നും വിശുദ്ധ അമ്മ ത്രേസ്യയുടെ പുസ്തകമെടുത്ത് ആ രാത്രി മുഴുവനും ഇരുന്ന് വായിച്ചു തീർക്കുകയാണ്. ആ പുസ്തകം വായിച്ചു തീർന്ന് അടച്ചതിന് ശേഷം വിശുദ്ധ ഈഡിത്ത് സ്റ്റെയിൻ മനസ്സിലാക്കി, ഇതാണ് സത്യം. പ്രിയപ്പെട്ടവരെ, പിന്നീട് യേശു ക്രിസ്തുവില്ലാതെ ഒരു ക്രിസ്ത്യാനിക്കും ജീവിക്കാൻ പറ്റില്ലെന്ന് തിരിച്ചറിഞ്ഞ അവൾ പോയി അമ്മ ത്രേസ്യ പുണ്യവതിയുടെ അവിടെ മഠത്തിൽ ചേരുകയും അന്ന് ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ ഈ പുണ്യവതിയെയും അനിയത്തി സിസ്റ്ററിനെയും 2 സിസ്റ്റേഴ്സിനെയും ഗ്യാസ് ചാമ്പറിലിട്ട് ചുട്ടിരിച്ച് കൊന്ന് ചാരമാകുമ്പോഴും അതൊരു ചാരമാണെന്ന് ലോകം തിരിച്ചറിയണം. അതൊരു ചാരമല്ല, 2 വിശുദ്ധരെ പ്രദാനം ചെയ്യുകയായിരുന്നു. ആ കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ സത്യമെന്തെന്നറിയാതെ, യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയാതെ മക്കൾ നട്ടം തിരിയുമ്പോൾ അസ്വസ്ഥതകളും കൺഫ്യൂഷൻസും അവരുടെ ജീവിതത്തിലെ സഭാപരമായിട്ടും കുടുംബപരമായിട്ടും വ്യക്തിപരമായിട്ടും ഇടവക ദേശപരമായിട്ടൊക്കെ കുട്ടികൾ, യൂത്ത് ഇന്ന് കൺഫ്യൂഷനായിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ വിശുദ്ധ ഈഡിത്ത് സ്റ്റെയിൻ കണ്ടെത്തിയതുപോലെ യഥാർത്ഥ സത്യം യേശു ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ഇടയാകട്ടെ. വിശുദ്ധ ഈഡിത്ത് സ്റ്റെയിൻ്റെ മാധ്യസ്ഥം കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സർവ്വ മക്കൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ഫീസ്റ്റ് വിശുദ്ധ ഈഡിത്ത് സ്റ്റെയിൻ. ആമേൻ.